ഹലോ കൂട്ടുകാരെ, നമുക്ക് മുല്ലപ്പൂ കോർക്കാൻ പഠിച്ചാലോ? ആദ്യം തന്നെ ഒരു നൂലെടുക്കുക. എന്നിട്ട് അത് 2 പൂവെടുത്ത് ഇങ്ങനെ വെക്കുക, അതായത് നടുക്കായിട്ട്. പിന്നെ താഴെ കൂടി ഒന്ന് റൗണ്ട് ചെയ്യുക. പിന്നെ ആ നൂല് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് അത് മോളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പയ്യെ വലിക്കുക. പയ്യെ തന്നെ വലിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ തണ്ട് മുറിഞ്ഞു പോകും. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാമേ. ഇങ്ങനെ 2 പൂവെടുത്ത് നൂലിൻ്റെ നടുക്ക് വയ്ക്കണം. എന്നിട്ട് താഴെ കൂടി ഒന്ന് റൗണ്ട് ചെയ്യുക. പിന്നെ ട്വിസ്റ്റ് ചെയ്ത് മേളിൽ കൂടി ഇടുക, വലിക്കുക. പൂവെടുക്കുക, നടുക്ക് വയ്ക്കുക, താഴെ കൂടി റൗണ്ട് ചെയ്യുക. ചുമ്മാ നിഷ്ഠിയാൽ മതി. റൗണ്ട് ചെയ്യുക, പിന്നെ മേളിൽ കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് മേളിൽ കൂടി ഇടുക, വലിക്കുക. ഒന്നും കൂടി കാണിച്ചു തരാമേ. 2 പൂവെടുക്കുക, നടുക്ക് വയ്ക്കുക, താഴെ കൂടി ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് നൂല് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് മേളിൽ കൂടി ഇടുക, എന്നിട്ട് വലിക്കുക. ഇങ്ങനെ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ പയ്യെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം സ്പീഡിന് ഞാൻ ചെയ്യാറുണ്ട്. താഴെ കൂടി റൗണ്ട് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്ത് മുകളിൽ കൂടി എടുക്കുക, ഇട്ടിട്ട് വലിക്കുക. ഓക്കെ, ഇപ്പം മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാമേ. 2 പൂ വയ്ക്കുക, താഴെ കൂടി റൗണ്ട് ചെയ്യുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് മുകളിൽ കൂടി ഇടുക, പയ്യെ വലിക്കുക. ഇങ്ങനെയാണ് പൂ കെട്ടേണ്ടത്. നിങ്ങൾക്ക് മുല്ലപ്പൂവിന് പകരം വേറെ ഏത് പൂ വെച്ച് വേണമെങ്കിലും ആദ്യം കെട്ടി നോക്കുക. വല്ല ഇലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂവുകളോ വെച്ച് കെട്ടി നോക്കിയിട്ട് ശരിയാകുന്നുണ്ടെങ്കിൽ മാത്രം മുല്ലപ്പൂ കെട്ടുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് മുറിഞ്ഞവും വലിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പയ്യെ പയ്യെ വലിക്കാനേ പാടുള്ളൂ. ഇനി ഞാൻ കുറച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ കെട്ടി കുറച്ചായിട്ടുണ്ട് പൂ കെട്ടിയിട്ട്. ഞാൻ സാധാരണ ഇച്ചിരി സ്പീഡിന് കെട്ടാറ്.